ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ ദ മാസ്റ്റർ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളാണ് നിങ്ങളുടെ മാസ്റ്റർ എന്നുള്ളതാണ്. നമ്മൾ മറ്റൊരിടത്തും ഒരു ഉത്തരവും തേടി പോകേണ്ടതില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമുണ്ട് എന്നാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം നമ്മളെ ഒന്ന് അംഗീകരിക്കുക. നമ്മളെപ്പോഴും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയണം, അതായത് മറ്റുള്ളവർ നമുക്ക് കഴിവുണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് ബുദ്ധിയുണ്ട് എന്ന് പറയണം. ചുരുക്കത്തിൽ നീ കൊള്ളാമെന്ന് മറ്റുള്ളവർ പറയുന്നതിനാണ് നമ്മളെപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിനാണ് നമ്മളിങ്ങനെ കാത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ കൊള്ളാമല്ലോ എന്ന് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതാണ്. കാരണം മറ്റുള്ളവരുടെ അഭിപ്രായം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതായത് അവരുടെ സാഹചര്യം അനുസരിച്ച് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അവർക്ക് നമ്മളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അവരുടെ സാഹചര്യം മാറുന്തോറും അതും മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് നമ്മളെ മാറ്റാതിരിക്കുക. മറ്റുള്ളവർ നമ്മളെ അംഗീകരിച്ചാൽ മാത്രമേ എനിക്ക് സന്തോഷമുണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ നിങ്ങളുടെ കൈകളിലാണ് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ തത്വങ്ങളിൽ ജീവിക്കുന്നതിന് പകരം സ്വന്തം ബോധത്തിൽ നിന്ന് ജീവിക്കാൻ പ്രാപ്തനാണ് ഈ ഒരു സമയം നിങ്ങളെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യത്തിലും മറ്റൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ഇതെന്നുള്ളതാണ്. ഇതിൽ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഗുരുവിനെ നിങ്ങൾ കേൾക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ഒരു ഗുരു ഉള്ളത്. അപ്പോൾ ആ ഗുരുവിനെ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ചില തിരിച്ചറിവുകൾ വേണമെന്നുള്ളതാണ്. നമ്മൾ മാറിപ്പോകേണ്ട സ്ഥലത്ത് നിന്നും നമ്മൾ മാറിപ്പോവുക തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ആ ഒരു സ്ഥലത്ത് തന്നെ നിന്നാൽ നമുക്കൊരിക്കലും ഒരു ഗ്രോത്ത് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. നമ്മൾ ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞ് നമ്മുടെ സാധ്യതകൾ കണ്ടെത്തി നമുക്ക് കിട്ടുന്ന ഗൈഡൻസ് അനുസരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അതായത് എനിക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്, ഈ ഒരു സാഹചര്യത്തിൽ നിന്നാൽ എനിക്ക് ഗ്രോത്ത് ഉണ്ടാവുകയില്ല, അങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ അവയർനെസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മുടെ മനസ്സിലുള്ള ഭയങ്ങൾ, മുൻവിധികൾ, ആശങ്കകൾ, അതായത് നമ്മൾ ഭാവിയെപ്പറ്റി ഒരുപാട് ആശങ്കപ്പെടുന്നത്, അതെല്ലാം നിങ്ങൾ ഈ ഒരു സമയം മാറ്റണം എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. അതെല്ലാം നിങ്ങളുടെ വെറും തോന്നലുകൾ മാത്രമാണെന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് ഈ ഒരു സമയം നിങ്ങളിരിക്കാൻ ശ്രമിക്കുക എന്നാണ്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ഇവിടെ വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഈ ഒരു പ്രസന്റ് ലൈഫിൽ നിങ്ങൾ ജീവിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്കൊരു തിരിച്ചറിവൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണിത്. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ മാറി, അതായത് പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചും ചില വ്യക്തികളെക്കുറിച്ചും ഒക്കെയുള്ള സത്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും കാര്യത്തിലൊക്കെ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വളരെ ശാന്തമായിട്ട് ആലോചിച്ച് ആ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾ അത് വേഗത്തിൽ തന്നെ നിങ്ങളിൽ നിന്ന് മാറിപ്പോവുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുന്ന തടസ്സങ്ങൾ അത് വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള ഭയത്തെ ഈ ഒരു സമയം നിങ്ങൾ മാറ്റിക്കളയുക തന്നെ വേണം എന്നാണ് ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ പേഷ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടൈമിങ്ങിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയം വിശ്വസിക്കുക എന്നുള്ളതാണ്. കുറച്ച് ഒരു ക്ഷമയോടെയൊക്കെ ഇരിക്കേണ്ട ഒരു സമയമാണ് ഇതെന്നുള്ളതാണ്. നിങ്ങൾ വിതച്ചത് തീർച്ചയായിട്ടും നിങ്ങൾ കൊയ്യുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു ഫലം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ വിതച്ചിട്ടുള്ളത് ആ ഒരു കാര്യത്തിനുള്ള ഫലം നിങ്ങൾക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ സമാധാനത്തിലും സന്തോഷത്തിലും ഒക്കെ ഈ ഒരു സമയം ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ക്ഷമ വേണം എന്നാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. എന്ത് കാര്യത്തിനും നമുക്കൊരു ക്ഷമയുണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 3 ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എനർജി ലെവലുമായിട്ടൊക്കെ കണക്റ്റഡ് ആകുന്ന ആളുകളുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അങ്ങനെയുള്ള സൗഹൃദങ്ങൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ നിങ്ങളിവിടെ ആ ഒരു കാര്യത്തിലൊക്കെ കൂടുതലായിട്ട് പങ്കുകൊള്ളുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതൊരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റി ആകാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള ആ ഒരു വിജയം നിങ്ങളുടെ കൂടെയുള്ളവരുമായി ആഘോഷിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അത് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ പാസ്സായതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി ലഭിച്ചതായിരിക്കാം, അതിനുള്ളൊരു പാർട്ടി ആവാം. അത്തരത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഒത്തുചേർന്നൊരു എനർജി കാണുന്നുണ്ട്. അവരുമൊത്ത് ഒരുപാട് സന്തോഷത്തോടെ കുറേയധികം സമയം ചിലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടായിരിക്കാം. ഇതിൽ ചിലപ്പോൾ നിങ്ങൾ കുറേ കാലം കാണാതിരുന്ന സുഹൃത്തുക്കളെ ഈ സമയം കണ്ടുമുട്ടുന്നതുമാകാം. ചിലപ്പോൾ ഇതിൽ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ യാത്ര പോകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു വൈബുമായിട്ട് ചേരുന്ന തരത്തിലുള്ള ആളുകളെ ഈ സമയം നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ കുറച്ചധികം ആൾക്കാരെ ദൈവം നിയോഗിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സെലിബ്രേഷൻ്റെ എനർജിയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായിട്ടോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുമായിട്ടോ ഒക്കെയുള്ളൊരു കൂടിച്ചേരൽ അല്ലെങ്കിൽ ഒരു യാത്രയൊക്കെ ഈ സമയം ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ എനർജി ലെവലുമായിട്ടുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന കുറേയധികം കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന അത്രയും സന്തോഷം ഈ സമയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ പൊളിറ്റിക്സ് വന്നിട്ടുണ്ട് അടുത്തതായിട്ട്. അതായത് മുഖം മൂടിയിട്ട കുറച്ച് ആൾക്കാർ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അവർ വളരെ വലിയ സ്നേഹമാണെന്നൊക്കെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. അങ്ങനെ ചില ആൾക്കാർ നിങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ അത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാവാം. അപ്പോൾ അതിനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആരോ, അതായത് ഈ ഒരു വ്യക്തി അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്,
പക്ഷേ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് ഒരു പക്ഷേ വളരെ നല്ലതായിരിക്കാം. നിങ്ങളെ കെയർ ചെയ്യുകയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഭാവിക്കുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവർ നല്ലൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു തോന്നലിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനത്ര ശ്രദ്ധ കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷേ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആരാണ് മുഖംമൂടി ഇടുന്നത്, അല്ലെങ്കിൽ ആരാണ് പൊയ്മുഖം നിങ്ങളോട് കാണിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ ഇവിടെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരിക്കാം. അതായത് ഇവരുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കിയെന്നോ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണെന്നോ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന കാര്യം ഇവരറിയരുത് എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവണം. നിങ്ങൾ ഇവരോട് മുമ്പ് പെരുമാറിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തി നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആരാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് നിങ്ങളെ പിറകിൽ നിന്ന് കുത്തുന്നത്. അങ്ങനെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവരെ തിരിച്ചറിയുകയാണെങ്കിൽ പോലും നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്നൊരു കാര്യം അത് അവരെ അറിയിക്കാൻ നിങ്ങളിവിടെ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് അത്തരത്തിൽ പല കാര്യങ്ങളും തിരിച്ചറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ മൊറാലിറ്റിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ തന്നെ നിങ്ങളെ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതായത് നിങ്ങളിങ്ങനെ ചെയ്യാവൂ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ആൾക്കാർ എന്തു വിചാരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ച് ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണിത്. നിങ്ങൾ നിങ്ങളെ ആവശ്യമില്ലാതെ ഇങ്ങനെ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ കണ്ടീഷനിങ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വളർത്തിയ ആ ഒരു സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയുടെ കണ്ടീഷനിങ് ആയിരിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ആ ഒരു കാര്യം, നമ്മൾ വളർന്നതുപോലെയോ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചതുപോലെയോ ഉള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ആ ഒരു സാഹചര്യത്തിലല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ സാഹചര്യം മാറുന്നതനുസരിച്ച് നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു വിഷനും ഒക്കെ മാറ്റേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. പണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ചെയ്യേണ്ടി വന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം എനിക്ക് ചെയ്യേണ്ടി വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. കാരണം പണ്ടത്തെ സാഹചര്യമല്ല ഇപ്പോൾ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ നിങ്ങൾ ഇങ്ങനെ കണ്ണ് കെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതായത് ഒരു മാസ്ക് വെച്ചിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ. അതായത് എനിക്കിങ്ങനെ പറ്റൂ, എനിക്ക് ഇതിലപ്പുറം ഒന്നും ചെയ്യാൻ പറ്റൂല, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുള്ളൂ, എൻ്റെ ചിന്തകൾ ഇങ്ങനെയാണ്, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. എനിക്കിതിൽ നിന്ന് മാറാൻ പറ്റൂല എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ആ ഒരു മാസ്ക് എടുത്ത് മാറ്റുക. അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു മാസ്ക് മാറ്റി നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ കണ്ണു തുറന്ന് നോക്കേണ്ട ഒരു സമയമാണ് ഇതെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഒന്ന് ശ്രമിക്കുക. അതായത് പല കാര്യങ്ങളെയും നിങ്ങളൊന്ന് മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചതുപോലെ അല്ല കാര്യങ്ങളെന്ന് മനസ്സിലാക്കുന്നതുമാകാം. ഇതിന് തൊട്ടടുത്തായി വന്നിട്ടുള്ള കാർഡ് കണ്ടീഷനിങ് ആണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ശക്തിയും കഴിവും ഒന്നും മനസ്സിലാക്കാതെ സമൂഹം അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു കണ്ടീഷൻ ചെയ്തു വെച്ച ആ ഒരു കാര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഏറെക്കുറെ എല്ലാ ആളുകളും. അതായത് എനിക്കത് സാധിക്കൂല, അല്ലെങ്കിൽ എന്നെക്കൊണ്ടത് പറ്റൂല, അങ്ങനെ നമ്മളെ വളർത്തിയ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ കുടുംബക്കാരോ അവർ ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാവൂ, അങ്ങനെ പറഞ്ഞ് കണ്ടീഷൻ ചെയ്ത് നമ്മുടെ ആ ഒരു സബ് കോൺഷ്യസിൽ ഇതേ രീതി അടിച്ചേൽപ്പിച്ച്, അപ്പം നമ്മളും വിചാരിക്കും എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല, അവർ പറഞ്ഞ അതേ കാര്യങ്ങൾ പിന്തുടരുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നൊക്കെ ചിന്തിച്ച് ആ ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്ന ആൾക്കാർ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ, അതായത് നമ്മൾ യഥാർത്ഥത്തിൽ സിംഹത്തിൻ്റെ ശക്തിയുള്ള ആൾക്കാരാണ്, പക്ഷെ നമ്മളെപ്പോഴും നമ്മളെ കാണുന്നത് ഒരു ആടായിട്ടാണ്. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ നിന്നും നിങ്ങളിവിടെ പുറത്തിറങ്ങണം എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ സ്വയം നമ്മളെ ഇങ്ങനെ ചങ്ങലക്കിട്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്.
നമ്മളെ സ്വയം നമ്മളിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെക്കുറിച്ച് അത്രയധികം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ശക്തിയും നമ്മുടെ കഴിവും പവറും നമ്മുടെ ആത്മീയ വളർച്ചയും ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ നിരീക്ഷിക്കുക. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് അത് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ സൈലൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ദുഃഖവും വേദനകളും ഒക്കെ ഉണ്ടായിരിക്കാം ഇപ്പോഴും. പക്ഷേ പുറത്തു പറയാൻ പറ്റാത്ത ദുഃഖത്തിലിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയും ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഹൈഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ഹീൽ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഹീൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഹീൽ ചെയ്യേണ്ട ഒരു സമയമാണിതെന്നുള്ളതാണ്. അത്തരത്തിലൊരു ഹീലിംഗ് തീർച്ചയായിട്ടും നിങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ സമയം ഹീലിംഗിലുള്ള ഒരു സമയമാണെന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിലെ വേദനകൾ തീർച്ചയായിട്ടും നിങ്ങൾ ദൈവത്തിന് സറണ്ടർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തു വേദനയാണോ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത എന്ത് വിഷമങ്ങളാണോ മനസ്സിലുള്ളത്, ആ വിഷമങ്ങൾ, പാസ്റ്റിൽ അനുഭവിച്ച വിഷമങ്ങൾ, അതിൽ നിന്നും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മകൾ ചിലപ്പോൾ നിങ്ങളിൽ ഉണ്ടാവാം. പക്ഷേ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സമയം നിങ്ങൾ ഹീൽ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഹീൽ ചെയ്യുക. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ശാന്തമാക്കി വെക്കുക. ഇതിൽ കുറേയധികം ആളുകൾക്കും നിങ്ങൾക്ക് സമാധാനത്തോടിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സമയം. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ലാത്ത സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളിങ്ങനെ വെറുതെ ഒന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ആ ഒരു സമാധാനം ലഭിക്കും, ആ ഒരു ശാന്തത, അത് ഈ ഒരു സമയം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഫ്രണ്ട്ലിനെസ് ആണ്. ഇതിൽ പാസ്റ്റിലുണ്ടായിരുന്ന ചില ആൾക്കാർ അവരെ നിങ്ങളിലേക്ക് വീണ്ടും വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ളൊരു സഹായം അത് നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കിട്ടാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സഹായം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ സ്വീകരിക്കാൻ മടി കാണിക്കരുത് എന്നുള്ളതാണ്. പിന്നെ കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ തന്നെ എനർജി ലെവലുള്ള കുറേ അഡ്വൈസൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ തന്നെ എനർജി ലെവലുള്ള ആളുകളിൽ നിന്ന് കുറേ അഡ്വൈസ് നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ നമ്മളെ സഹായിക്കാൻ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ അത്തരത്തിൽ കുറേയധികം സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാം, കുറേ അവസരങ്ങൾ വരാം, കുറേ ആളുകൾ നിങ്ങളെ സഹായിക്കാൻ എത്തിയേക്കാം. അപ്പോൾ അത്തരത്തിലൊരു എനർജി കാണുന്നുണ്ട്. മാത്രമല്ല കുറേ ആൾക്കാർക്ക് നല്ല നല്ല സൗഹൃദങ്ങളൊക്കെ കിട്ടാം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കിട്ടാം. ചിലപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ തുടങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയം മുതൽ നിങ്ങളുടെ എനർജി ലെവലുമായിട്ടുള്ള കുറേ ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ ആഗ്രഹിക്കുന്നതുമാകാം. ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒത്തുവരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ദ മൈസറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ, അതായത് അറിവാകാം, സ്നേഹമാകാം, അത് പണമാകാം, ഇവയെല്ലാം മുറുകെ പിടിക്കുമ്പോൾ നിങ്ങൾ സ്വയം ജീവിക്കാൻ മറക്കുന്നു എന്നാണ്. അതായത് നിങ്ങൾക്കുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പങ്കുവയ്ക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചിലവാക്കുക തന്നെ വേണം. അതിങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. അത് ആവശ്യമുള്ളപ്പോൾ തന്നെ നമ്മൾ അത് ചിലവാക്കുക, അത് മുറുകെ പിടിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതായത് എൻ്റെ പക്കലുള്ളത് മറ്റുള്ളവർക്ക് കൊടുത്താൽ എനിക്ക് തികയാതെ വരുമോ, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ചതിക്കുമോ, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതുമാകാം. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്നിനെയും
വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ നിങ്ങളുടെ കൈകൾ ഇങ്ങനെ മുറുകെ പൂട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയതൊന്നിനെയും നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. അപ്പോൾ അതിൽ നമ്മുടെ കൈകളും മനസ്സും അതൊക്കെ നമ്മളൊന്ന് തുറക്കുക എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ സ്നേഹമായാലും നിങ്ങളുടെ സമയമായാലും പണമായാലും അത് അർഹതപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ പങ്കുവയ്ക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ എന്തെങ്കിലും കാര്യത്തിന് സഹായത്തിന് വന്നാൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് നിങ്ങൾ ചെയ്തു കൊടുക്കുക. അത് നമ്മുടെ കയ്യിൽ അവർക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കാൻ പാകത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് നമ്മൾ മുറുകെ പിടിക്കാതിരിക്കുക. നമ്മൾ ആവശ്യം അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നിനെയും നഷ്ടപ്പെടാൻ അനുവദിക്കില്ല എന്നൊരു ശാഠ്യമുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ദൈവം നഷ്ടമാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നഷ്ടമാക്കിയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊന്നിനെ വരാനുള്ളൊരു വഴിയൊരുക്കിയതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള മറ്റെന്തോ ഒരു കാര്യം നമുക്കായിട്ട് വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ന്യൂ വിഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ആ പഴയ ഒരു ട്രോമ അതൊക്കെ കഴിഞ്ഞ് നിങ്ങളൊരു പുതിയ വേർഷൻ ആകുന്ന എനർജിയാണിത്. നിങ്ങളുടെ തന്നെ ബോധത്തിലേക്ക് വരുന്ന ഒരു സമയമാണിത്. നിങ്ങളുടെ പഴയ പാറ്റേണൊക്കെ മാറ്റിക്കളഞ്ഞ് പുതിയൊരു തുടക്കത്തിലേക്ക്, ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു തേർഡ് ഐ ഒക്കെ ഓപ്പൺ ആകുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് വരാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ ഈ ഒരു സമയം വിശ്വസിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു തുടക്കം കാണുന്നുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ കരിയറിലായാലും അവിടെയെല്ലാം തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം ഇടാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന എന്തോ ഒരു കാര്യത്തിൽ നിന്നും അതിനെ അതായത് വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്തു തുടങ്ങുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഐസൊലേഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോഴും ആ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിലാണെന്നുള്ളതാണ്. കാരണം പുറത്തിറങ്ങാൻ പറ്റാതെ, നമ്മുടെ ഇഷ്ടങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫേസ് മാറി നിങ്ങൾ ധൈര്യം സംഭരിച്ച് തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഉള്ളിൽ അത്രയും വലിയൊരു സ്ട്രെങ്ത് ഉണ്ട്. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സിംഹത്തിൻ്റെ പവർ നിങ്ങളിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ആ ഒരു ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് ഇവിടെ നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്കൊരു പുതിയ തുടക്കം, പുതിയ കാര്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ് അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുമെന്നുള്ളതാണ്. ഇത് പുറത്തുനിന്ന് ആരും തരുന്നതല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു കാര്യം തീർച്ചയായിട്ടും വരുന്നുണ്ട്. തീർച്ചയായിട്ടും എന്തോ ഒരു കാര്യം നിങ്ങൾ ഇവിടെ മിസ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എന്തോ ഒരു കാര്യം, അതായത് ചില വ്യക്തികളെ ആകാം, അത് നിങ്ങളുടെ കൂടെ ഇല്ല എന്നൊരു തോന്നൽ, അത് ചിലപ്പോൾ ഒരു സ്പിരിച്വൽ പവറോ അല്ലെങ്കിൽ ഏറ്റവും വിശ്വസിക്കുന്ന ആ ഒരു കാര്യം. അപ്പോൾ അത് എന്താണെങ്കിൽ പോലും അതിപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ല എന്നൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ അത് നിങ്ങളിൽ നിന്നും മാറിപ്പോയിട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. നിങ്ങളങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമവും വേദനയും ഒക്കെ ആയിരിക്കാം ഇപ്പോൾ നിങ്ങളിൽ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഹീലിംഗ് ഫേസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സമയം നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാനൊക്കെ ആഗ്രഹിക്കും. അപ്പോൾ ആരും വേണ്ട എന്നൊക്കെ ഒരു തോന്നൽ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു തോന്നലൊക്കെ വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത് നമ്മുടെ ഇന്നർ ഹീലിംഗ് നടക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ നമ്മുടെ സോള് ഹീല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോൾ ഒരു സൈലന്റ് ഫേസിലായിരിക്കും, ഐസൊലേറ്റഡ് ആയിട്ടിരിക്കും. അല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് സംഭവിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ട്രാൻസ്ഫർമേഷൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്. ഇതുവരെ വിചാരിച്ച ഒരു കാര്യമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് വരുന്നുണ്ട്, സന്തോഷവും സമാധാനവും ഒക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും വിക്ടറി വരുന്നുണ്ട്. അപ്പോൾ കുറേ കാലം നിങ്ങൾ സ്വപ്നങ്ങളിൽ മാത്രം ഇരുന്നുവെങ്കിൽ ഈ ഒരു സമയം കർമ്മഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മളെ തന്നെ മനസ്സിലാക്കുന്നു. നമ്മുടെ കുറവുകളും
മേന്മകളും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്നൊരു തിരിച്ചറിവ് തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് വരുമെന്നാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു വഴിത്തിരിവ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ നല്ലതല്ലാത്ത കാര്യങ്ങളൊക്കെ അവസാനിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു മെസ്സേജ്. അപ്പോൾ ജീവിതത്തിൽ പുതിയ ആശയങ്ങൾ വരുന്നുണ്ട്, ഒരു സഡൻ ചേഞ്ച് തീർച്ചയായിട്ടും വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ ഒരു ജന്മത്തിൽ തന്നെ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ തെറ്റായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണിത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങൾ അവസാനിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മുമ്പത്തേക്കാൾ മെച്ചപ്പെട്ടു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു എന്നുള്ളതാണ്. കാലം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അനുകൂലമായ കാര്യം തീർച്ചയായിട്ടും പ്രപഞ്ചം തന്നെ നടത്തിത്തരുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു സത്യത്തിൻ്റെ കാർഡാണിത്. കർമ്മയുടെ കണക്ക് പറയുന്ന ഒരു സമയമാണിത്. അപ്പോൾ നിങ്ങളുടെ കർമ്മഫലം, നിങ്ങൾ തെറ്റ് ചെയ്യാതെയാണ് ആരെങ്കിലും നിങ്ങളെ അവിശ്വസിക്കുകയോ നിങ്ങളെ വിട്ടുപോവുകയോ ഒക്കെ ചെയ്തതെങ്കിൽ ആ ഒരാളിൻ്റെ മനസ്സിലുള്ള മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ വേറെ ആരെങ്കിലും ചീറ്റ് ചെയ്തത് മൂലം നിങ്ങൾക്കൊരു ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു കാര്യം തീർച്ചയായിട്ടും സംഭവിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ നിങ്ങൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ പെൻഡിങ്ങിൽ വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സമയം തുടങ്ങുമെന്നും കാണുന്നുണ്ട്. ചിലപ്പോൾ അത് ട്രാവൽ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളൊരു ട്രാവൽ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാവല് ഈ സമയം നിങ്ങൾക്ക് അനൗൺസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ അതൊരു ഇമെയിലോ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന് പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് തീർച്ചയായിട്ടും വരും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നടക്കുമെന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ കുറച്ചു കാലം ഒന്ന് സ്റ്റക്കായിരുന്നുവെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രോഗ്രസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു സമയം വരുമെന്നുള്ളതാണ്. അത് പൈസയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രമോഷനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയ റിലേഷൻഷിപ്പ് അത് റീകണക്ട് ചെയ്യുന്നതുമായിരിക്കാം. അപ്പോൾ ശരിക്കും ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഇതിൽ കുറേ ആൾക്കാർക്ക് ട്രാവൽ കാണുന്നുണ്ട്. ചിലപ്പോൾ ഇത് ഒരു ഷോർട്ട് ജേർണി ആയിരിക്കാം. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അതുപോലെ തന്നെ കിങ് ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ക്യൂൻ ഓഫ് സോഡ്സും കിങ് ഓഫ് സോഡ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ ബുദ്ധിപൂർവമായ പല കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു സമയമാണിത്. ശരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് മുന്നോട്ട് പോകാനുള്ള പല കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ത് കാര്യത്തെയും വളരെ നിസ്സാരമായി കാണാനും നിങ്ങൾക്ക് അങ്ങനെ നേരിടാനും ഒക്കെ സാധിക്കുമെന്നുള്ളതാണ്. ഇതിനേക്കാളും വലുത് അതിജീവിച്ച് വന്നതാണ് എന്നുള്ളൊരു ചിന്ത തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും. എന്ത് പ്രശ്നം മുന്നിൽ വന്നാലും ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ അതിജീവിച്ച് വന്നതാണ് ഞാൻ, അതിനാൽ ഇതൊക്കെ നേരിടാൻ എനിക്ക് സാധിക്കും എന്നൊരു ചിന്ത തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് വേണമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെ ബുദ്ധിപൂർവം എല്ലാ കാര്യങ്ങളും നേരിടുമെന്നാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ കരിയറിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളുടെ കരിയറിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിവിടെ പ്രാക്ടിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇമോഷൻസിന് പ്രാധാന്യം കുറച്ചുകൊണ്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇമോഷന് പ്രാധാന്യം കൊടുത്തത് കൊണ്ട് തോറ്റുപോകേണ്ടി വന്നിട്ടുണ്ടാവാം. ചില വ്യക്തികളോടുള്ള അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ടെന്നൊക്കെ വെച്ചിട്ടുണ്ടാവാം. അതായത് അവരെ അത് വിഷമിപ്പിക്കുമോ അങ്ങനെയൊക്കെയുള്ള ചിന്ത കൊണ്ട് പല കാര്യങ്ങളും പറയാതെ പോയിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ പറയാൻ തീരുമാനിക്കും എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ഒരു ക്ലാരിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. ക്ലിയർ വിഷനാണ്. അപ്പോൾ ഈ സമയം എന്താണ് മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.